എല്ലാവർക്കും ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കുറച്ച് ദിവസമായി വീഡിയോ ആയിട്ട് വന്നിട്ട് ഇന്നിപ്പോൾ ഒരു വീഡിയോ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഇത് എത്ര ദിവസം കൊണ്ടാണ് തീർക്കാമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇന്ന് മണിക്കുട്ടിയുടെ സ്റ്റിച്ച് വെട്ടുന്ന ദിവസമാണ്. ഞങ്ങൾ സ്റ്റിച്ച് വെട്ടാൻ വേണ്ടി പോവുകയാണ്. അത് അതിൻ്റെ പേപ്പറൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അവളെ കാറിൽ കയറ്റിയിട്ട് കൊണ്ടുപോകണം. ചെറിയൊരു പണിയാണ്. ആ സ്റ്റിച്ച് ഇവിടെ ഉള്ളത് അങ്ങോട്ട് വലിച്ചെടുത്താൽ മതിയാവുമെന്ന് എനിക്ക് തോന്നണത്. എന്തായാലും അത് നമ്മൾ ചെയ്യുന്നില്ല, അവിടെ പോയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. മണിക്കുട്ടിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ടുണ്ട് കേട്ടോ. അവളെ ലീഷൊക്കെ എടുക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ അവൾക്ക് എന്തോ സംശയം തോന്നിയിട്ട് തോന്നുന്നു. നമുക്ക് പോണ്ടേ? നമുക്ക് ആസ്പത്രിയിലേക്ക് പോകണ്ടേ? അധികം ടൈറ്റ് ആക്കൊന്നും വേണ്ട കേട്ടോ. അവൾ ഊരിപ്പോയിരുന്നില്ല. ഉക്രപ്പനാണ് നല്ല ടൈറ്റ് ആക്കണം, ഇല്ലെങ്കിൽ അവൾ അത് ഊരിയെടുക്കും. അല്ലേ? കുട്ടി നല്ല കുട്ടിയല്ലേ? അപ്പോൾ വണ്ടി എടുക്കട്ടെ കേട്ടാ. അവിടെ എടുക്കട്ടെ കേട്ടാ. വണ്ടി എടുക്കട്ടെ കേട്ടാ. അല്ലല്ലോ കുറി വന്നിട്ടില്ല. കിട്ടുവോ? കയറിക്കോ, കയറിക്കോ. അവള് തന്നെ കയറിയിട്ടാ. ഞാൻ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് ഇവിടെ ഡോറ് തുറന്നു കൊടുത്തപ്പോൾ അവള് തന്നെ കയറി. സീറ്റിൽ നമ്മളൊരു തുണി ഇടാറുണ്ടായിരുന്നു. അതവിടെ എടുക്കണ്ടേ അല്ലേ? അടയ്ക്കട്ടെ പപ്പ, അടയ്ക്കട്ടെ കേട്ടാ. അവിടെ കിടന്നു. ഞാൻ കയറാം. ഞങ്ങളപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. മണിക്കുട്ടി കയറിയിരുന്നു. ഡോറ് തുറന്നപ്പോൾ അവൾ തന്നെ വന്ന് കയറി. കോട്ടുവായൊക്കെ ഇടുന്നുണ്ട്. അവൾ പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു പറമ്പ് ഇങ്ങനെ കാട് പിടിച്ചിട്ടാണ് കിടക്കണത്. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്താൽ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മണിക്കുട്ടി നേരെ ആ പറമ്പിലേക്ക് ഓടിപ്പോവും. അവിടെ പോയിട്ട് മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യുള്ളൂ. ഹോസ്പിറ്റലിൻ്റെ സർജറി ഇതൊക്കെ ചെയ്യുന്ന, ഇഞ്ചക്ഷനൊക്കെ ചെയ്യുന്ന ആ ടേബിളിൻ്റെ ആ റൂമിലേക്ക് മണിക്കുട്ടിക്ക് കിടക്കാൻ ഭയങ്കര പേടിയാട്ടോ. അവൾ അവിടേക്ക് കടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് നേരെ തിരിച്ച് പുറത്തേക്ക് തന്നെ പോരും. പുറത്തേക്ക് നിൽക്കാൻ അവൾക്ക് പേടി. അവൾ വിറയ്ക്കുന്നുണ്ട് നന്നായിട്ട്. പേടിയാവും. അപ്പോൾ ഡോക്ടർ എത്തിയിട്ടില്ല ഈ സ്റ്റിച്ച് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പുറത്തേക്ക് തന്നെ കൊടുന്നു. അവിടെ പേടിച്ച് വിറച്ചായിരിക്കണ്ടെന്ന് കരുതിയിട്ട്. അതുപോലെ ആ ടേബിളിലേക്ക് എടുത്ത് കിടത്താൻ വേണ്ടിയിട്ട് അവൾ തീരെ സമ്മതിക്കുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു അവളെ എടുത്ത് പൊക്കി അങ്ങോട്ട് കയറ്റാനായിട്ട്. അവളൊന്ന് ഇരുന്നില്ല പേടിച്ചിട്ട്. ഒന്നുമില്ല. ഡോക്ടർ അവിടെ വന്ന് റെഡിയായി നിൽക്കുന്നുണ്ട്. സ്റ്റിച്ചൊക്കെ എടുത്തു കേട്ടോ. സ്റ്റിച്ചെടുത്ത് ഞങ്ങൾ പുറത്തേക്ക് വരികയാണ്. എടുത്ത് താഴേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ അവൾക്ക് ഭയങ്കര ആശ്വാസമായി. ജീവൻ കിട്ടിയ മതി വെച്ചിട്ടാണെങ്കിൽ അവൾ പുറത്തേക്ക് ഓടുന്നത്. എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് ഓടുകയാണ് അവൾ. നമ്മുടെ കാറിൻ്റെ അവിടേക്ക് ഓടണമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ കാറ് കഴിഞ്ഞിട്ട് അവൾ വീണ്ടും ആ കാല് പിടിച്ച് കിടക്കണ പറമ്പിൽ തന്നെ ഓടണത്. അവൾക്ക് ആ സ്ഥലം നല്ല ഇഷ്ടമായിട്ട് തോന്നി. ഞങ്ങളവിടെ കുറച്ച് നടന്നു കേട്ടോ. കാടിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കുറച്ച് പോയി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചത് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇവിടുത്തെ ഈ കുന്നംകുളം ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണ് കേട്ടോ സ്റ്റിച്ച് വെട്ടിയത്. സർജറി ചെയ്തത് മൊബൈൽ സർജറി യൂണിറ്റ് ആയിരുന്നു. അവരല്ല അത് സ്റ്റിച്ച് വെട്ടിയത്, ഇവിടുത്തെ ആൾക്കാരെ വെട്ടിയത്. ഞങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഇവിടെ വന്നിട്ട് വെട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്തിക്കോ. കുട്ടി ഇവിടെ കാത്തിരിക്കണ്ട, ഇവിടെ കാത്തിരിക്കണ്ട. വായോ വാ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടാ, ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് ഞങ്ങൾ വിചാരിച്ച അത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയില്ല അവർക്ക്. കാരണം അതേ മുറിവ് ഉണങ്ങിയപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ കെട്ടുകളൊക്കെ. എന്നിട്ട് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ നൂലും ഇങ്ങനെ വലിച്ചെടുത്തത്. അപ്പോൾ അവൾക്ക് ഇടയ്ക്ക് വേദനയായി എന്നും തോന്നുന്നുണ്ട്. പിന്നെ അവളിങ്ങനെ 1-2 പ്രാവശ്യം അവളെ ഇറങ്ങാനൊക്കെ നോക്കി, എന്നാലും പിന്നെ എടുത്ത് പോകുന്നു കേട്ടോ ഞങ്ങൾ. ഓക്കെ, ചെറുതായിട്ട് ബ്ലഡ് വന്നിട്ടുണ്ട്. അവരവിടെ മരുന്ന് വെച്ചിട്ടുണ്ട്. എന്നാലും അവർ പറഞ്ഞു നല്ല ഉണങ്ങിയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആ നൂല് ഉള്ളിലേക്ക് ഇങ്ങനെ ടൈറ്റായിട്ട് കയറിപ്പോയതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മണിക്കുട്ടിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞില്ലേ? ഇടുവാ ഇടുവാ കുഴപ്പമൊന്നുമില്ല. ഉണങ്ങിയത് പക്ഷെ ആ നൂലിൻ്റെ കെട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയി. അങ്ങോട്ട് നോക്കിയേ, അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി. പട്ട ടൈറ്റ് ആയിട്ടുണ്ട്. പട്ട ടൈറ്റ് ആയ. കുഴപ്പം വന്നില്ല. ഇപ്പോൾ കുഴപ്പം വന്നിട്ടില്ല. ഇവിടെ കഴിഞ്ഞു കേട്ടോ, എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. എന്തെങ്ങനെ നിക്കണേ? എന്താ പറ്റിയേ? പൊഴിഞ്ഞോടക്കാൻ വേണ്ടിയിട്ട്. എന്താ പറ്റിയേ? അപ്പോൾ ഞങ്ങളുടെ മണിക്കുട്ടിയുടെ സ്റ്റെറിലൈസിങ് എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ. സ്റ്റെറിലൈസ് ചെയ്തു, അതിന് ശേഷം ഇഞ്ചക്ഷൻസൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സ്റ്റിച്ച് വെട്ടി. ഇനി അത് കുഴപ്പമില്ല, ചെറിയ ഇതായിട്ട് ബ്ലഡ് വന്നിട്ടുണ്ട് ആ നൂലിൻ്റെ അവിടെ നിന്നൊക്കെ. അത് മാറിക്കോളും. നല്ല ഉണങ്ങിയതുകൊണ്ട് ആ നൂലുള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നൂല് വലിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ മണിക്കുട്ടി സ്റ്റെറിലൈസായി. ഇനി ഞങ്ങൾക്കൊരു ടെൻഷനും ഇല്ല, ഫ്രീ ആയി. ഇനിയിപ്പോൾ അവൾ ഹീറ്റിംഗ് പീരീഡ് ആയാലും അവൾ പ്രസവിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്, ഡോക്ടർ പറഞ്ഞ പോലെ. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതുവരെ ഞങ്ങൾ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. മണി ഇടുവാ, മണി ഇങ്ങോട്ട് വന്നേ, ഇടുവായോ പപ്പയുടെ അടുത്തേക്ക് പോയോ, ഒഴിഞ്ഞുതരാം. അപ്പോൾ ഇനിയും ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഞങ്ങളുടെ ചെറിയ ചെറിയ വീഡിയോസും ഷോർട്സുകളും ഒക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതിന് മെസ്സേജൊക്കെ അയയ്ക്കുക, കമൻറ്റുകൾ ഇടുക. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.